തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ ശിവസേന ഉദ്ധവ് വിഭാഗവും പിളർന്നു. ശിവസേന ഷിൻഡെ പക്ഷത്തിൽ ലയിക്കുകയാണെന്ന് അറിയിച്ച് 6 വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി. വിമതരെ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കറെ സമീപിച്ച ഉദ്ധവ് വിഭാഗം കുതിര കച്ചവടമാണ് എൻഡിഎ നടത്തുന്നതെന്ന് ആരോപിച്ചു. ആദ്യം തൃണമൂൽ, ഇപ്പോൾ ശിവസേന. വർഷകാല സമ്മേളനത്തിന് മുൻപായി 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമം തുടരുകയാണ് എൻഡിഎ. 9 എംഎൽഎമാരുള്ള ശിവസേന ഉദ്ധവ് പക്ഷത്തെ 7 പേർ ഒപ്പമെത്തുമെന്നാണ് ഷിൻഡെ പക്ഷം അവകാശപ്പെട്ടിരുന്നതെങ്കിലും 6 എംപിമാരാണ് ഇപ്പോൾ മറുകണ്ഠം ചാടിയത്. ഞായറാഴ്ച മദോസ്രയിൽ വെച്ച് ചേർന്ന എംപിമാരുടെ യോഗത്തിൽ 4 പേർ നേരിട്ടെത്താതെ ഓൺലൈനായി പങ്കെടുത്തപ്പോൾ തന്നെ വിമത നീക്കം ബലപ്പെട്ടിരുന്നു. ഇന്നലെ അർദ്ധരാത്രി ഡൽഹിയിൽ വെച്ച് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഉദ്ധവിനെ കൈവിടാൻ എംപിമാർ തീരുമാനിച്ചത്. വിമത നീക്കം തിരിച്ചറിഞ്ഞു. ഇന്നലെ രാത്രി കത്ത് കൈമാറിയതിനു പുറമെ ഇന്ന് സ്പീക്കറുമായും ഉദ്ധവ് പക്ഷം കൂടിക്കാഴ്ച നടത്തി. വിമതരെ അംഗീകരിക്കരുതെന്നും തീരുമാനം കൈക്കൊള്ളുന്നതിനു മുൻപ് പാർട്ടിയുടെ വിശദീകരണം കേൾക്കണമെന്നുമാണ് ആവശ്യം. 6 എംപിമാർ മറുകണ്ഠം ചാടിയതോടെ ഉദ്ധവ് പക്ഷത്ത് അവശേഷിക്കുന്നത് 3 പേർ മാത്രം. ഉദ്ധവിന്റെ വിശ്വസ്തരായ അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി, പിന്നെ രാജ്ഭവ് വാജേയും. ഇതിൽ രാജ്ഭവ് വാജേയ്ക്ക് വമ്പൻ വാഗ്ദാനമുണ്ടായെങ്കിലും അദ്ദേഹം കൂറുമാറാൻ തയ്യാറായില്ല. വാജയെ ഒപ്പം നിർത്താൻ അവസാന നിമിഷം വരെ ഷിൻഡെ പക്ഷം ശ്രമിച്ചതാണ് ഓപ്പറേഷൻ ടൈഗർ വൈകാൻ കാരണമായതെന്നാണ് വിവരം. വിമതർക്കും എൻഡിഎയ്ക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഉദ്ധവ് പക്ഷം ഉന്നയിച്ചത്. 50 കോടിയാണ് വാഗ്ദാനമെന്നും ഇതിൽ 15 കോടി രൂപ നൽകി കഴിഞ്ഞതായും സഞ്ജയ് റാവുത്ത് ആരോപിച്ചു. ലയനത്തിന് അംഗീകാരം ലഭിക്കുന്നതടക്കം ഇനി സ്പീക്കറുടെ തീരുമാനമാണ് നിർണായകം. തൃണമൂലിന് പുറമെ ഉദ്ധവ് പക്ഷത്തെ വിമതരും എൻഡിഎ പിന്തുണയ്ക്കുമ്പോൾ ലോക്സഭയിൽ അംഗബലം 319 ആകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.